Welcome Kitchu Pavi YouTube channel. Hi guys, happy Vishu. എല്ലാവരും സുഖമല്ലേ? വിഷുക്കായിട്ട് എന്ത് ചെയ്യുന്നു? ഞങ്ങളിവിടെ UAE സെലിബ്രേറ്റ് ചെയ്തു. ചെറുതായിട്ട് ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഫുജേറയിൽ പോവാണ്. വെറുതെ പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് പോട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു മണ്ണിൻ്റെ, അതായത് വെള്ളം ഫില്ല് ചെയ്ത് വയ്ക്കാൻ. ഇപ്പോൾ ഇവിടെ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്യാണല്ലോ, അപ്പോൾ അതിൽ സമ്മർ ടൈമിൽ ഞങ്ങൾ അതിൽ ഒഴിച്ചിട്ടാണ് കുടിക്കാറ്. അപ്പോൾ ഞങ്ങൾ ഫുജേറയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ അവിടെ പോകുന്നതിൻ്റെ വ്യൂ ആണ് അതെല്ലാം കാണുന്നത്. ഇതെല്ലാം ലോക്കൽസിൻ്റെ ഷോപ്പുകളാണ്. അറബി അവർക്ക് അടുത്ത് വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ കുറേ പ്ലാന്റ്സിൻ്റെ ഷോപ്പുകളുണ്ട്. ഇതാ പോട്ടുകൾ, മോസ്റ്റ്ലി നിറയെ ഈ പ്ലാന്റുകളാണ്. അതിൻ്റെ ഈ ചട്ടികളും പ്ലാന്റ്സും പിന്നെ അതിൻ്റെ മണ്ണ് അതൊക്കെ അവർ മണ്ണെല്ലാം ചാക്കിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് എത്ര വേണോ അത്ര തരും കണ്ടോ. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ കണ്ടാലോ? ഈ സൈഡ് നല്ല ഫ്രഷായ ഹണിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇത് പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അവിടുത്തെ ആ മണ്ണിൽ ഉണ്ടാക്കുന്നതാണ്. കുറച്ച് വലിയ പൊടങ്ങ, അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അതിൽ തന്നെ ടാപ്പെല്ലാം ഉണ്ടാവും, നമുക്കത് പ്രസ് ചെയ്താൽ ഓപ്പൺ ചെയ്ത് കുടിക്കുന്ന മാതിരി. അപ്പോൾ വലുത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒക്കെ നിൽക്കും. കുറച്ച് ചൂടൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ ഒരു ദിവസമൊക്കെ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ ഈ ഫ്ലവറെല്ലാം കണ്ടിട്ട് ആ സ്ഥലത്ത് നല്ല കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ കുറേ ഫ്ലവറുകൾ, ചെമ്പരത്തിൻ്റെ ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ്, പലതരം കളറുകളുണ്ടായിരുന്നു. കടലാസ് പൂ കണ്ടില്ലേ, പിങ്ക് കളറ്. പിന്നെ ഇതൊക്കെ വയ്ക്കാൻ നമ്മൾക്ക് കുറച്ച് സ്പേസ് വേണം. അതിനായിട്ടൊരു സ്പേസ്, ഒരു ഏരിയ മാറ്റി വയ്ക്കണം. പിന്നെ നമ്മളെ വീട്ടിലെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചുണ്ടല്ലോ, അവൻ ബോൾ കളിച്ചിട്ട് അത് ഫുള്ള് നാശമാക്കും. ഫസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഞങ്ങളങ്ങനെ വാങ്ങിക്കുന്നില്ല. അപ്പോൾ പിന്നെ നിറയെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ലെമണിൻ്റെ, പിന്നെ വാഴത്തയ്യ്, പിന്നെ ഇതാ മാങ്ങയുടെ മരം, അങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഒക്കെ വലുതായിരുന്നു കേട്ടോ. ഒക്കെ ആ ചട്ടിയിൽ തന്നെയാണ് വെച്ചത്. അത് കൊണ്ടുവന്ന് ഇനി നമുക്ക് വേണമെങ്കിൽ സാൻഡിൽ വയ്ക്കണമെങ്കിൽ വയ്ക്കാം. പിന്നെ ഇവിടുത്തെ മണ്ണും ചില ചെടികളൊക്കെ വരും. ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് എന്താ പറയുക, പേരയ്ക്കേൻ്റെ
മരം, ലെമൺ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാഴത്തൈയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ നാരങ്ങയുടെ ഈ ഇല സ്മെല്ല് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാനൊരു ഇല പറിച്ചിട്ട് സ്മെല്ല് ചെയ്തിട്ട് നടക്കും. അപ്പോൾ ഈ വഴി പോകുമ്പോഴാണ് കേട്ടോ കണ്ടത് ക്യാമൽ അവിടെ ദൂരെ നിൽക്കുന്ന കണ്ടില്ലേ. ഒരു 5-6 ഉണ്ടായിരുന്നു. അവരുടെ ഷെഡാണത്. അപ്പോൾ ഉള്ളിൽ പോകാനുള്ള നമുക്ക് വഴി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ ഇറങ്ങി. അപ്പോൾ വരുന്ന വഴിയിലാണ് അവിടെ കുറേ ഹെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു ഷെഡ് മാതിരിയുള്ള ഒരു സ്ഥലത്താണ് അവരത് വളർത്തുന്നത്. ഇതുണ്ടോ, കുറേ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ഒരു 4-4:30 ആ ടൈമിൽ എണീച്ചിട്ട് വിളക്കൊക്കെ വെച്ച് കണിയെല്ലാം കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നൈറ്റ് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോർണിംഗ് എണീച്ചിട്ട് വിളക്കൊക്കെ കൊളുത്തി ചന്ദനത്തിരിയൊക്കെ വെച്ച് തേങ്ങയൊക്കെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ച് മോർണിംഗ് ചെയ്തു. എന്നിട്ട് രണ്ടുപേരെയും വിളിച്ചു, കിച്ചുനെയും ഭവിനെയും എല്ലാം വിളിച്ച് എല്ലാവരും കണി കണ്ടു. പിന്നെ എല്ലാവരെയും വിളിച്ച് വിഷ് ചെയ്തു, ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞു. പിന്നെ എന്താ ചെറുതായിട്ട് ഒരു സദ്യ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഇല അട ചെയ്തു രാവിലെ തന്നെ. പിന്നെ കിച്ചുവിന് സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ അവന് ഇതുതന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തയച്ചത് കഴിക്കാൻ. വീട്ടിൽ നിന്നും കഴിച്ചു. പിന്നെ ഞാൻ ഇതന്നെ അവന് കൊടുത്തയച്ചത്.
പിന്നെ ഏട്ടനും മോർണിംഗ് ഹാർഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിന് വന്നു, കുറച്ച് ലേറ്റായി എങ്കിലും എത്തിയ ആൾ. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടിയും ഹാപ്പി വിഷു. ഇതാണ് എൻ്റെ ചെറിയൊരു സദ്യ. അപ്പോൾ പവി ബേബീൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയണേ. താങ്ക് യു.